ഹായ് ഞാൻ ദീപ. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്. എൻ്റെ അടുത്ത് മീൽ പ്രിപ്പ് തന്നെ ഞാനിപ്പം കുറച്ച് കുക്ക് ചെയ്ത് വെക്കുവാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ 1-2 പേര് ചോദിച്ചു എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്ത് വെക്കുന്നതെന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു 3-4 കറി, അതായത് ഒരു ദിവസം ഇപ്പം നമ്മൾ 2 കറിയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കറിയും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കും. ഒരു ദിവസം സമയം പോലെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക മെഴുക്ക് വരട്ടി, കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും കൂടെയുള്ള തോരൻ, അതിൻ്റെ 2 പോർഷൻ. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ആണെങ്കിലും ഇത്രയും പോർഷൻ. ഓക്കെ. പിന്നെ കുറച്ച് പയറ് കറി. ഓക്കെ. ഈ പയർ ഇത്രയും ഉണ്ടാക്കി വെച്ച് ഇത്രയുമേ ഞാൻ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ. ഇനിയിപ്പം വൈകിട്ട് പറ്റുവാണെങ്കിൽ വൻപയർ, അതും വെൺപയർ കറിയോ വൻപയർ മെഴുക്കുവരട്ടിയോ ഉണ്ടാക്കി അതുകൂടെ. ഇതിപ്പോൾ ഞാനൊരു 11 മണിക്ക് ഉണ്ടാക്കിയതാ. ഇപ്പം സമയം 2 മണി. അപ്പം ഞാൻ കുറച്ച് തണുപ്പിക്കാൻ വെച്ച് കംപ്ലീറ്റ് തണുത്തതിന് ശേഷം ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു പോർഷൻ ഞാൻ ഫ്രീസറിൽ വെക്കും, ഒരു പോർഷൻ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇവിടെ എല്ലാവരും ഇതൊക്കെ കഴിക്കുന്ന കുറവാണ്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് മോര്, സാമ്പാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അല്ലാണ്ട് കാണും. പിന്നെ ഉള്ളത് ഇത്. പിന്നെ മുട്ട പൊരിക്കും, അല്ലെ പിന്നെ ചിക്കൻ ഉണ്ടാക്കും, ചിലപ്പോൾ മീൻ മേടിക്കും. ഇതൊന്നും സ്ഥിരമല്ല. മീനും ചിക്കനും ഒക്കെ നമ്മളിവിടെ കഴിക്കുന്ന വളരെ കുറവാണ്. എല്ലപ്പോഴും കൂടിയിട്ടൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് കറികൾ ഞാനിങ്ങനെ ഉച്ചയ്ക്കത്തെ കറികൾ, കാരണം ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ചോറ് തന്നെ കഴിക്കുന്നത്. അപ്പം അതിന് ഇങ്ങനെ ചെയ്തു വയ്ക്കും. ഇതിപ്പോൾ ഇതിപ്പോൾ ഒക്ടോബർ 2-ാം തീയതിയാണ്. ഇന്നിപ്പോൾ ഇത് ചെയ്തു വെച്ചു. ഇത് കഷ്ടിച്ചൊരു 3-4 ദിവസം നിൽക്കും. അതായത് എല്ലാ ദിവസവും എല്ലാവരും വീട്ടിൽ കാണണമെന്നില്ല. അപ്പം എല്ലാവർക്കും ഉച്ചയ്ക്ക് ഊണ് വേണമെന്നില്ല. അങ്ങനെ ആകുമ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ പെട്ടെന്ന് തീരും, 3 ദിവസം കൊണ്ട് തീരും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ കുറേശ്ശെ ഉണ്ടാക്കി വയ്ക്കും. അതായത് ഇനി ഇത് കഴിഞ്ഞ്, ഇതിപ്പോൾ ഒക്ടോബർ 2-ആന്ന് വെച്ചാൽ 3-ാം തീയതി, 4-ാം തീയതി, ഒരു 5-ാം തീയതി വരെയൊക്കെ പോകും. പിന്നെ വന്നിട്ട് 5-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അടുത്ത ഒരു സെറ്റ്, ഒരു 3-4 കറി ഉണ്ടാക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആ സൈക്കിൾ അങ്ങ് പോകും. അല്ലാതെ ഞാൻ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ള ഫുഡൊന്നുമല്ല ഉണ്ടാക്കി വയ്ക്കുന്നത്. ഞാൻ സ്ഥിരം അപ്പം അത് ഭയങ്കര ഇതാവത്തുമില്ല, ഭയങ്കര ടയേർഡായി പോകത്തില്ല. എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ കറി ഉണ്ടാക്കും. അത് കറക്റ്റ് സമയത്തിന് തന്നെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ഫ്രീസറിൽ വയ്ക്കും. അത് ആ ഒരാഴ്ച തന്നെ എടുത്ത് തീർക്കും. അപ്പം ഇതാണിത്. കഴിഞ്ഞ ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാക്സിമം നമുക്കൊരു 3-4 ദിവസം വരെ ഒരു കുഴപ്പമില്ല. ഇത് പിന്നെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചോറ് എന്തായാലും വെക്കും. അപ്പോൾ ചോറ് ആ പ്ലേറ്റിലെടുത്തിട്ട്, സെറാമിക് പ്ലേറ്റിലാണ് ചോറ് എടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള കറികൾ ആർക്കെപ്പോൾ വേണമെങ്കിലും വന്ന് കഴിക്കാം എന്നുള്ളതാണ്. പാതിരാത്രി വേണമെങ്കിലും വന്ന് കഴിക്കാം. അപ്പം ആവശ്യത്തിനുള്ള കറികൾ എടുത്തിട്ടിട്ട് നേരെ മൈക്രോവേവിൽ വെക്കുന്നു. ഒരു 3 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ കാര്യം തീർന്നു. ആനി അതൊന്ന് ഓഫാക്കുമോ? അപ്പോൾ ഒരു 2-3 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നല്ല ചൂടോടെ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് സൈഡായിട്ട് അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, സാമ്പാർ എല്ലാ ദിവസവും ഉണ്ടാവും, പിന്നെ മോരുണ്ടാവും. അപ്പം പിന്നെ 2 കറി എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഇനി കറി ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോകുന്നത്. ഇതിനു മുന്നേ ഒത്തിരി മീൽ പ്രിപ്പ് വീഡിയോസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് പറയുന്നുണ്ട്, അരച്ച് വെക്കുന്നത് പറയുന്നുണ്ട്. ഇപ്പം അതിൽ നിന്നൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതാണ് കുറച്ചും കൂടെ എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ എളുപ്പം. എന്ന് വെച്ച് എപ്പോഴും എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ചില ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കംപ്ലീറ്റ്ലി ഫുഡെല്ലാം കുക്ക് ചെയ്ത ഫുഡെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞിയും പയറും തന്നെ ആയിരുന്നു. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക്